പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജനുവരി മാസം 8-ാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. കരം ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു. കരം ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് നമുക്ക് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഇന്ന് പകൽക്കാലം നമ്മളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയത്തോടെ നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കരം ഉയർത്തി പറ, എൻ്റെ യേശു നല്ലവനാകുന്നു. യേശുവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അപ്പ ഈ പ്രഭാതത്തിൽ നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഒരിക്കലൂടെ ഞങ്ങൾ പറയാം, കഴിഞ്ഞ പകൽ ഞങ്ങളെ അങ്ങ് സൂക്ഷിച്ചത് കൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ആരോഗ്യത്തോടിരിക്കുന്നത്. കഴിഞ്ഞ രാത്രി അങ്ങ് ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതി അങ്ങ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതിനായിട്ടും ഞങ്ങൾ വീണ്ടും സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുക, സകല വംശങ്ങളുമായുള്ളവരെ, സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പീൻ, സകല വംശങ്ങളുമായുള്ളവരെ കർത്താവിനെ പുകഴ്ത്തുവീൻ. 117-ാം സങ്കീർത്തനം. നമ്മോടുള്ള കർത്താവിൻ്റെ ദയ വലുതായിരിക്കുന്നു, യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്, യഹോവയെ സ്തുതിപ്പീൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിലായിരിക്കും. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരെയും ഇന്ന് ഈ പ്രഭാത സന്ദേശം, ജനുവരി 8-ാം തീയതി പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ അവരുടെ മേൽ ഉണ്ടാകണം. ദൈവ സാന്നിധ്യം അവർ എക്സ്പീരിയൻസ് ചെയ്യണം. അവരുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത സന്തോഷം അവർ അനുഭവിക്കട്ടെ, സമാധാനം അനുഭവിക്കട്ടെ, ദൈവിക സ്വസ്ഥതയെ അവർ അനുഭവിക്കട്ടെ, ആത്മാവിൻ്റെ വലിയ പകർച്ചകൾ അവർ അനുഭവിക്കുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ ശക്തികൾ വിട്ടുപോകട്ടെ. ഇന്ന് പകൽക്കാലം നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശക്തികൾ വിട്ടുപോട്ടെ. പ്രത്യേകിച്ച് നടുവിൻ്റെ അടിഭാഗത്ത്, നട്ടലിൻ്റെ അടിഭാഗത്തുണ്ടായിരിക്കുന്ന വേദന, ആ റൈറ്റ് സൈഡിലോട്ട് മാറി നിൽക്കുന്ന ആ വേദന, നട്ടലിൻ്റെ ഭാഗത്തും റൈറ്റ് സൈഡിലുള്ള ആ വേദന ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ അടിപ്പിടരാൻ ഉള്ള സൗഖ്യം ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്ക് ലഭിക്കട്ടെ. പൂർണ്ണ സൗഖ്യമാവുക. യേശുവിൻ നാമത്തിൽ സൗഖ്യമാവുക. യേശുവിൻ നാമത്തിൽ സൗഖ്യമാവുക. അത്ഭുതകരമായ വേദന മാറി സ്വസ്ഥമായി കർത്താവിനെ ആരാധിക്കുവാൻ തൻ്റെ കുഞ്ഞുങ്ങളെ ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ, അതുപോലെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വഴി തുറക്കണം. സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകൾ, ചില ബാധ്യതകളിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ആ ബാധ്യതകളെ അകറ്റി മുന്നേറുവാൻ, ബാധ്യതകളിൽ നിന്ന് പുറത്തു വന്ന് മുന്നേറുവാൻ ആവശ്യമായ ചില റിസോഴ്സുകൾ യേശുവിൻ്റെ നാമത്തിലുണ്ടാകട്ടെ. എക്സാംസ് എഴുതുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ദൂരെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ബ്ലെസ് ചെയ്യുന്നു. അവരെല്ലാവരും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി, ഉപദേശിക്കപ്പെട്ടവരായി കർത്താവിൻ്റെ വഴിയിൽ സഞ്ചരിപ്പാൻ കർത്താവ് സഹായിക്കണം. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ കർത്താവെ, പ്രായമായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ അവരോട് കൂടെ ഇരിക്കണം. ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവരെ വിടുവിക്കണം. കർത്താവിൻ്റെ കൃപ തന്നെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് അവരെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. എല്ലാത്തിനും സ്തോത്രം ചെയ്യുവാൻ കർത്താവ് ഇന്ന് പകൽക്കാലം ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു മുന്നേറുവാൻ സഹായിക്കണം. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ ദൈവം തന്ന അവസരമാണ്. ഇന്നലത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച കർത്താവിന് ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തോത്രം പറഞ്ഞ്, കർത്താവെ, ഇന്നലെ മീറ്റിംഗ് അനുഗ്രഹമാക്കിയതിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവിന് ചോദിച്ചാൽ നാളെ രാവിലെ ഇന്ത്യൻ സമയം 8 മണിക്കാണ് നമ്മുടെ സഭായോഗം ആരംഭിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ സഭായോഗത്തിൽ പങ്കെടുക്കണം. കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഈ അന്ത്യകാലത്ത് അനേകർ സഭായോഗത്തെ ഉദാസീനമായി കാണും, ഉപേക്ഷയായി കാണും. അത് നമ്മൾ അങ്ങനെ കാണാൻ പാടില്ല. നമ്മൾ കർത്താവിൽ
ശക്തിപ്പെട്ട് നാളെ കൃത്യസമയത്ത് വന്ന് സഭായോഗത്തിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്നത്തെ പകൽക്കാലം നാളത്തെ സഭായോഗത്തിന് വേണ്ടി ഒരുങ്ങി വരണം. ഇന്നലെ മീറ്റിങ്ങിൽ പറഞ്ഞതുപോലെ നമ്മളൊരു പങ്കെടുക്കാൻ വേണ്ടിയല്ല വരുന്നത്, നമ്മൾ ചിലത് പ്രാപിക്കാൻ വേണ്ടിയാണ് വരുന്നത്. ആ ഒരു ബോധ്യത്തോടു കൂടെ വേണം വരാൻ കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കണം, തക്ക സമയത്ത് എത്തുക. നിങ്ങൾക്ക് എന്താണെങ്കിലും നിങ്ങളുടെ സഭായോഗത്തെ നിങ്ങൾ മുടക്കരുത്. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത് 2026 നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായി ആമേൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. നമ്മൾ കോപിച്ചാൽ ഇനി പാപം ചെയ്യാതിരിപ്പീൻ. അതായത് എഫേസ്യ ലേഖനം 4:26 സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. അപ്പോൾ പറയുക, കോപിച്ചാൽ എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. ഈ വർഷത്തിൻ്റെ പ്രത്യേകത എന്തോ? ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്സ്. നമ്മുടെ ജീവിതത്തിൽ ദൈവിക നന്മകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന വർഷമെന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. അപ്പം അതിനെ തടയുന്നതാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കോപവും കയ്പുമൊക്കെ. അപ്പോൾ കോപം സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരാം. പല ലോകത്തിൽ നമ്മൾ ജീവിക്കുക, ചിലത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരാം. ആമേൻ. പക്ഷേ കോപിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പാപം ചെയ്യരുതെന്ന് പരിശുദ്ധാത്മാവിലൂടെ ഓർപ്പിക്കുക. കോപിച്ചാൽ നമ്മൾ എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. ആമേൻ. പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ കോപത്തിൻ്റെ റിസൾട്ടായിട്ട് നമ്മുടെ ഉള്ളിൽ പാപം വരിക, നമ്മുടെ വാക്കുകൾ, നമ്മുടെ റിയാക്ഷനുകൾ അത് പാപമായി തീരരുത്. പാപമായി തീർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് നമ്മുടെ ജീവിതത്തിൽ ആമേൻ തിന്മയ്ക്ക് കാരണമായി തീരും. നമ്മളിലുള്ള നന്മകൾ തടയപ്പെടുവാൻ അത് കാരണമായി തീരും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, കോപിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. സ്തോത്രം. കോപിച്ചാൽ പാപം ചെയ്യും. ഭാര്യയോട് കോപിച്ചാലും ഭർത്താവിനോട് കോപിച്ചാലും പാപം നമ്മളിൽ നിന്ന് വരാൻ പാടില്ല. കുഞ്ഞുങ്ങളോട് കോപിച്ചാലും അയൽക്കാരോട് കോപിച്ചാലും ആമേൻ കൂടെ ജോലി ചെയ്യുന്നവരോട് നമുക്ക് കോപം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിൻ്റെ റിസൾട്ടാകുന്ന പാപം നമ്മളിൽ വരുവാൻ പാടില്ല. പിന്നെ പറയാം, സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാം? നമ്മുടെ ഉള്ളിൽ കയ്പ് വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ കോപം നമ്മൾ പിശാചിന് വാതിൽ തുറന്നു കൊടുക്കും. കയ്പ് പിശാചിന് ഇരിക്കാനുള്ള അവസരം കൊടുക്കും. നമ്മുടെ അകത്ത് ആ വ്യക്തിയോട് ഇങ്ങനെ കയ്പാണ്. അവരെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യം, അവരെ കാണുമ്പോൾ ഭയങ്കര വിഷമം, അവരെ കാണുമ്പോഴത്തേനും നമുക്കങ്ങ് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ അതെന്ത് പറ്റും? അത് നമ്മുടെ ജീവിതത്തിൽ കയ്പായി. കയ്പ് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? പിശാചിന് അത് ഇടം കൊടുത്തു. പിശാച് വന്ന് കയറി ഇരിക്കാൻ കാരണമാകും. അപ്പോൾ അത് നമ്മുടെ ഓവർഫ്ലോയിങ്ങിനെ തടയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ നമ്മളോട് ഓർപ്പിക്കുക, സൂര്യൻ അസ്തമിക്കുമ്പോൾ, അതായത് ആരോടുമുള്ള കോപം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അത് പറഞ്ഞു തീർക്കേണ്ടതാണെ പറഞ്ഞു തീർക്കണം, ഒഴിവാക്കേണ്ടതാണെ ഒഴിവാക്കണം. കാരണം നമ്മുടെ മനസ്സിൽ അതിരിക്കുന്നത് നമ്മുടെ ആത്മാവിനെ, നമ്മുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് അത് തടസ്സമായി തീരും. ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്ങിനെ അത് തടയുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ആരോടെങ്കിലുമൊക്കെ കയ്പ് നമ്മുടെ മനസ്സിലിരിപ്പുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, അത് ഭാര്യയോടായിക്കോട്ടെ, ആമേൻ ആമേൻ മരുമകളോടായിക്കോട്ടെ, ആമേൻ ആരോടായിക്കോട്ടെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആരോടാണെങ്കിലും പരിശുദ്ധാത്മാവ് പറയുക, അതിന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഡ്രെയിൻ ഔട്ടാക്കി കളയണം. എന്നിട്ട് ക്ഷമിക്കാൻ പഠിക്കണം. ക്ഷമയെന്ന് പറയുന്നത് ദൈവിക അനുഗ്രഹത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നതാണ്. അപ്പോൾ ക്ഷമയുടെ സിസ്റ്റം എന്ന് പറയുന്നത്, യേശു നമ്മളോട് ക്ഷമിച്ചതുപോലെ വേണം നമ്മൾ ക്ഷമിക്കാൻ. യേശു നമ്മളോട് ക്ഷമിച്ചത്, നമ്മൾ ചെയ്തത് മുഴുവനും യേശു നമ്മളോട് ക്ഷമിച്ചു. അതൊന്നും യേശു മനസ്സിൽ വെച്ചുകൊണ്ടിരിപ്പില്ല. ആമേൻ. യേശുവിൻ്റെ മനസ്സിൽ നമ്മൾ അങ്ങനെ ചെയ്തായിരുന്നു എന്നൊരു ചിന്തയില്ല. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ഇതാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന സിസ്റ്റം. അപ്പം പ്രിയപ്പെട്ടവരെ, പൂർണ്ണമായിട്ട് ക്ഷമിക്കണം. കയ്പ് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ ഓവർഫ്ലോയിങ് ഉണ്ടാകത്തില്ല. കയ്പ് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ ഉയർച്ച പ്രാപിക്കാൻ കഴിയത്തില്ല. കയ്പ് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന സ്വർഗത്തിൽ കേൾക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കാൻ പഠിക്കണം. ആമേൻ ആമേൻ. സൂര്യൻ അസ്തമിക്കുവോളം നമ്മുടെ മനസ്സിൽ ആരോടും കയ്പ് വെച്ചുകൊണ്ട് ഇരിക്കരുത്. ഇന്നൊരു തീരുമാനം എടുക്കണം. 2026 കയ്പിൻ്റെ വർഷമല്ല, 2026 ഓവർഫ്ലോയിങ്ങിൻ്റെ വർഷമാണ്. 2026 ആമേൻ പിണക്കത്തിൻ്റെ വർഷമല്ല, ഓവർഫ്ലോയിങ്ങിൻ്റെ വർഷമാണ്. 2026 നമ്മുടെ നന്മ വെളിപ്പെടുന്ന വർഷമായിരിക്കണം. ആമേൻ. നമ്മൾ ഒന്നും ചിന്തിക്കേണ്ട. ഇന്ന് പകൽ ഒരു തീരുമാനമെടുക്കുക, ആരോടും ഞാൻ കയ്പ് വെച്ചുകൊണ്ടിരിക്കരുതില്ല. ആമേൻ. കരമുയർത്തിയപ്പോൾ ഞാൻ 2026 എനിക്കും എൻ്റെ കുടുംബത്തിനും ഞങ്ങളുടെ സഭയ്ക്കും ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനും ദേശത്തിനും അനുഗ്രഹത്തിൻ്റെ വർഷമാണ്. എങ്ങനെ? പക്ഷെ നമ്മുടെ അകത്ത് കയ്പിരിക്കുകയാണെങ്കിൽ, കോപമിരിക്കുകയാണെങ്കിൽ, ആമേൻ, നമുക്ക് മുന്നേറാൻ പ്രയാസമാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ഇന്നൊരു തീരുമാനമെടുക്കണം. ഞാനൊരു വ്യത്യസ്ത വ്യക്തിയായി ജീവിക്കും, ആമേൻ, എല്ലാവരോടും സമാധാനം ആചരിക്കും എന്നൊരു തീരുമാനത്തിൽ നമുക്ക് മുന്നേറാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി പറഞ്ഞാണ്ട്, കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച്
പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. എന്താണ് പറയുന്നത്? ആമേൻ. കോപിച്ചാൽ പാപം ചെയ്യരുത്, സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ.